إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെ ഐഹിക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരുടെ ഒരു ബാധ്യതയായി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമാണ് വഷ്കുറൂ നിഅ്മത്തല്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ. നിങ്ങൾ ആ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം എന്ന്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എപ്പോഴും എന്നോട് നന്ദിയുള്ളവരായി മാറണം, നന്ദി കെട്ടവരായി മാറരുത് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലുകളിൽ നീരുകെട്ടുമാറ് നിന്ന് നമസ്കരിച്ചപ്പോൾ ഇത്രയധികം പ്രയാസപ്പെടേണ്ടതുണ്ടോ എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉണർത്തിയപ്പോൾ അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. 950 വർഷം ഈ ഭൂമുഖത്ത് അള്ളാഹു ഏൽപ്പിച്ച തൗഹീദി പ്രബോധനം നിർവഹിച്ച നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നത് ഇന്നഹു ഖാന അബ്ദൻ ശകൂറ എന്നായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന് അങ്ങേയറ്റം നന്ദിയുള്ള ഒരു അടിമയായിരുന്നു എന്നാണ്. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കാരണം അദ്ദേഹം ഇദാ ലബിസ സൗബൻ ഹമിദല്ലാ, ഒരു വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം നൽകി അള്ളാഹുവിനെ സ്തുതിക്കും. വഇദാ അകല തുആമൻ ഹമിദല്ലാ, ഒരൽപ്പം ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കും. വഇദാ ശരിബ ഹമിദല്ലാ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കും. വഇദാ ലബിസ നഅലൻ ഹമിദല്ലാ, ഒരു ചെരുപ്പ് ധരിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കും എന്നാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അങ്ങനെയാണ് നന്ദി കാണിക്കുക. അനുഗ്രഹങ്ങൾ 2 വിധമുണ്ട്. ഒന്ന്, ഈ ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ആരോഗ്യവും സമ്പത്തും സൗന്ദര്യവും സ്ഥാനമാനങ്ങളും എല്ലാം അവയിൽപ്പെട്ടതാണ്. ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ സാഹചര്യം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കണം. സൂറത്തു നഹലിൽ അള്ളാഹു ഒരു രാജ്യക്കാരെ ഉപമിച്ചു പറഞ്ഞത് കാണാം.
വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. ആ രാജ്യക്കാരുടെ പ്രത്യേകത, എല്ലാ സ്ഥലത്തു നിന്നും ആ നാട്ടിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ, അന്നവും വെള്ളവും, എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടെ കൊഴുകുമായിരുന്നു എന്നതാണ്. റഗദൻ മിൻ കുല്ലി മകാൻ, എല്ലാ സ്ഥലത്തു നിന്നും സുഭിക്ഷമായി യഥേഷ്ടം അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു. ഫകഫറത് ബി അൻഉമില്ല. പക്ഷെ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ അവയോട് ആ രാജ്യക്കാർ നന്ദികേട് കാണിച്ചു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അവരങ്ങനെ പ്രവർത്തിച്ചത് നിമിത്തം അള്ളാഹു അവർക്ക് വിശപ്പിന്റെയും അതുപോലെ ഭയത്തിന്റെയും വസ്ത്രം അവരെ അണിയിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇത് എക്കാലത്തും പ്രസക്തമായ ഒരു വചനമാണ്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കൊക്കെ അറിയാം. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോഴാണ് അള്ളാഹു ആ അനുഗ്രഹങ്ങളെ നമ്മിൽ നിലനിർത്തുക, ആ അനുഗ്രഹങ്ങളിൽ അവന്റെ ബറക്കത്ത് ചൊരിയുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ അനുഗ്രഹം എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, നഷ്ടപ്പെടുന്നതിൽ നിന്ന്, അതുപോലെ നീ എനിക്ക് നൽകിയ സൗഖ്യവും സുഖവും ആഫിയത്തും എന്നിൽ നിന്ന് തെറ്റിപ്പോകുന്നതിൽ നിന്ന്, നിന്റെ ശിക്ഷക്ക് ഞാൻ പെട്ടെന്ന് വിധേയനാകുന്നതിൽ നിന്ന്, നിന്റെ കോപത്തിന് വിധേയമാകുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ്. ഇങ്ങനെ നമ്മളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഭൗതിക ലോകത്ത് മുസീബത്തുകളും പരീക്ഷണങ്ങളും വരാം. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസിയുടെ നിലപാട് അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അവര് പറയും, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഞങ്ങൾക്ക് ബാധിക്കുന്നത് എന്തോ അതൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചത് തന്നെയാണ്, രേഖപ്പെടുത്തിയതാണ്. ഹുവ മൗലാന, ഏത് സന്ദർഭത്തിലും അവൻ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനും സഹായിയും. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും വിശ്വാസികൾ അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കുക. ഈ നിലപാട് നമ്മളും സ്വീകരിക്കണം എന്നർത്ഥം. എന്നാൽ നമ്മളൊക്കെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നത് നാം ഏറെ ഭയപ്പെടണം. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ മരണം വരെ നമ്മിൽ നിലനിൽക്കേണ്ട അനുഗ്രഹങ്ങളാണ്. അത്തരം അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുള്ളവനാകണം ഓരോ സത്യവിശ്വാസിയും. അതിലൊന്ന്, നമ്മളെ ഈ ലോകത്ത് എത്ര കാലം മുന്നോട്ട് പോകുന്നുവോ തിന്മകൾ അതിനനുസരിച്ച് കടന്നു വരും. ഒരുപക്ഷെ നന്മകളെക്കാൾ തിന്മകളുടെ ആധിക്യമായിരിക്കും സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകുക. അതുകൊണ്ട് എത്ര തിന്മകൾ കുമിഞ്ഞുകൂടിയ സാഹചര്യം വന്നാലും ആ തിന്മകളോട് രാജിയാകാതെയുള്ള ഒരു ജീവിതം, ആ തിന്മകളോട് ഒപ്പം നിലനിൽക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കണം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയിൽ കാണാം, ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ ഫലൻ അകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ. റബ്ബേ, നീ എനിക്ക് അനുഗ്രഹം ചെയ്തത് കാരണം, നീ എന്നോട് ചെയ്ത അനുഗ്രഹങ്ങൾ ഇതാ ഞാൻ എടുത്തു പറയുകയാണ്. ആ അനുഗ്രഹങ്ങൾ കാരണം ഫലൻ അകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് സഹായിയായി ഞാൻ ഒരിക്കലും നിലകൊള്ളുകയില്ല. ഇത് ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറ്റങ്ങൾ ഏതാണ്? ആ കുറ്റങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾ സമൂഹത്തിലുണ്ട്, അക്രമികളുണ്ട്, ആ അക്രമികളായി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് കൂട്ടുനിൽക്കുക എന്നത് എന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയില്ല. ഇങ്ങനെ ഒരാൾ തീരുമാനമെടുത്താൽ അതിന്റെ അർത്ഥം അള്ളാഹു അവനിൽ അനുഗ്രഹം ചൊരിഞ്ഞു എന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരാൾ
എപ്പോഴും അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് ആരോടാണ് കൂട്ടുകൂടിയിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നതാണ്. നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മളോട് നന്മയെക്കുറിച്ച് ആലോചിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കൂട്ടുകെട്ട്, നമ്മെ നല്ല സംസ്കാരങ്ങളിലേക്ക്, സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ട്, അതല്ല നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നവരാണോ നമ്മോടൊപ്പം കൂടിയവർ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. മറ്റൊരു ഹദീസിൽ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എവിടെയാണോ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. വഅത്ബഇ സയ്യിഅത്തൽ ഹസന തംഉഹ, ഒരു തിന്മ വരാം, തിന്മകൾ സംഭവിക്കാം, നന്മയെ, ആ തിന്മകളെ കൊണ്ട് തുടർത്തണം. എന്നാൽ ആ തിന്മയെ, ആ നന്മ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ഏത് സമയവും എപ്പോഴും മനുഷ്യരോടൊക്കെ സൽ സ്വഭാവത്തിലായി നീ പെരുമാറുക എന്നാണ്. ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മിൽ അനുഗ്രഹം ചൊരിഞ്ഞു. ആ അനുഗ്രഹം നമ്മുടെ മരണം വരെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടവയാണ്. ഇതുപോലെ തന്നെ അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വഅതുമംതു അലൈക്കും നിഅമതി, ഞാനിതാ എന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഏതാണ് ഈ അനുഗ്രഹം? നമ്മുടെ സമ്പത്ത് എന്ന അനുഗ്രഹം നമുക്ക് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ ആരോഗ്യം എന്ന അനുഗ്രഹം നമ്മിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സമ്പത്തും അനുഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും ഏത് അനുഗ്രഹങ്ങളാവട്ടെ ഭൗതിക ലോകത്ത് ലഭിച്ചത്, അതൊന്നും അല്ലാഹ് എന്നും നിലനിൽക്കണമെന്ന് തീരുമാനിച്ചതല്ല. അത് വന്നും പോയിക്കൊണ്ടിരിക്കും. എന്ന് എന്റെ അടുത്താണെങ്കിൽ നാളെ നിങ്ങളുടെ കൈകളിലായിരിക്കാം അത്. എന്നാൽ വഅതുമംതു അലൈക്കും നിഅമതി, ഇതാ എന്റെ ഈ അനുഗ്രഹം ഞാൻ നിങ്ങളിൽ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഇതേതാ അനുഗ്രഹം? അള്ളാഹു ഇറക്കിയ 2 വഹയുകളാണ് ആ അനുഗ്രഹം. അതുകൊണ്ടാണ് നാസിറു സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, വലിഹാദ കാനൽ കിതാബു വസ്സുന്നത്തു കാഫിയൈനി കുല്ലൽ കിഫായ. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും എന്ന അനുഗ്രഹമുണ്ടല്ലോ, അത് എല്ലാ നിലക്കും ഒരാൾക്ക് മതിയായവയാണ്. ഫഖൂമു ബിഹി ശുക്റൻ ലിറബ്ബിക്കും. അതുകൊണ്ട് ആ 2 വഹയുകളാകുന്ന ആ കിതാബും സുന്നത്തും നിങ്ങൾക്ക് ഇറക്കിത്തന്ന നിങ്ങളുടെ റബ്ബിന് നന്ദി കാണിച്ച് അവ കൊണ്ട് നിങ്ങൾ നിലകൊള്ളുക. വഹ്മദുല്ലദീ മന്ന അലൈക്കും ബിഅഫ്ളലിൽ അദിയാനി വഅശ്റഫിഹാ വഅക്മലിഹാ. മറ്റേത് മതങ്ങൾ നാട്ടിലുണ്ടോ, ഏതൊക്കെ സംസ്കാരങ്ങളുണ്ടോ, അതിലേറ്റവും പുണ്യ സംസ്കാരമായ, ഏറ്റവും നല്ല ദീനായ ഈ ദീന് കൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്ന ആ അള്ളാഹുവിന് നിങ്ങൾ സ്തുതിക്കുകയും ചെയ്യുക എന്നതാണ്. ഖുർആനും സുന്നത്തുമെന്ന ആ 2 വൃത്തങ്ങളിലായി നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അദ്ദീനു നുഖ്തത്തുൻ, ദീൻ എന്നത് ഒരു പുള്ളിയാണ്, ഒരു കുത്താണ്. കസ്സറഹൽ ജാഹിലൂൻ, വിവരമില്ലാത്തവർ ആ ദീൻ എന്ന ആ പുള്ളിയെ പെരുപ്പിച്ചു കാണിച്ചു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ദീന് വേണ്ടാതെയായി, ദീന് പ്രയാസപ്പെടുത്തലുകളായി, ദീനിൽ ബുദ്ധിമുട്ടലുകളായി. കാരണം എന്താ? അറിവില്ലാത്തവർ ദീന് കൈകാര്യം ചെയ്ത് അതിനാണ്ട് പെരുപ്പിച്ചു. ഏത് വിഷയം എടുത്തോ, നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ എന്താ ചെയ്യേണ്ടത്? അവിടെ എന്തൊക്കെയാണ് ബാധ്യതയുള്ളത്? ദീനാണോ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു മുസ്ലിം മരണപ്പെട്ടാൽ എത്രയും വേഗം അവനെ ഖബറിലേക്ക് എത്തിക്കുക. അതിനു മുമ്പ് ചെയ്യേണ്ടത് എന്താ? ആ മയ്യത്ത് കുളിപ്പിക്കണം. ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് കുളിപ്പിക്കേണ്ടത്. ആ ബന്ധുക്കൾ തന്നെയാണ് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത്. വിവരമുള്ള ഖുർആനും സുന്നത്തും അറിയുന്ന ആരാണ് അപ്പൊ അവിടെ ഉള്ളത്? അവർ ഇമാമത്ത് നിന്ന് മയ്യത്ത് നമസ്കരിക്കണം. ഇതല്ലാതെ ഇന്നൊരു മയ്യത്തിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് നാട്ടിലുള്ളത്? പെരുപ്പിച്ചു ആളുകൾ, അറിയില്ലാത്ത ആളുകൾ ദീനിനെ പെരുപ്പിച്ചു. വന്നവരൊക്കെ കൂട്ടുപ്രാർത്ഥന നടത്തുക, ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് എത്ര മണിക്കൂറുകൾ, ദിവസങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിലുണ്ട്. ആരെങ്കിലും ഒരു സൂറത്തെങ്കിലും റസൂലുള്ളാന്റെ മയ്യത്തിന്റെ അരികിൽ വെച്ച് പാരായണം ചെയ്ത് നമുക്ക് കാണാൻ കഴിയോ? പ്രമാണങ്ങളിൽ ഇല്ല. അതൊന്ന് പെരുപ്പിച്ചു കാണിച്ചു. വുളു എടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ബിസ്മില്ലാ എന്ന് മാത്രം ചൊല്ല വുളു എടുക്കുക. പിന്നെ ഒരു പ്രാർത്ഥനയില്ല. പിന്നെ വുളു എടുത്തു കഴിഞ്ഞാലോ പ്രാർത്ഥന ഉണ്ട്.
എന്നാൽ ചില ആളുകൾ അതിനെ പെരുപ്പിച്ച് എവിടെത്തി ഉളുവെടുക്കുമ്പോൾ കാണാൻ ആളുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് രണ്ടും ഉള്ളതാ. ഖുർആൻ ഓതുമ്പോ ആ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടങ്ങൽ നിർബന്ധമാണ്. പക്ഷെ അത് വുളൂവിന്റെ മുമ്പിലുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ ഏതൊക്കെ സൂറത്തുകൾക്ക് ബിസ്മിയുണ്ടോ അവിടൊക്കെ അത് പാരായണം ചെയ്യണം. സൂറത്ത് തൗബയിലോ അവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മാത്രം മതി, അവിടെ ബിസ്മി ഓതേണ്ടതില്ല. ഇതാണ് ദീൻ. പക്ഷെ ദീനിനെ പെരുപ്പിച്ചു അറിവില്ലാത്തവർ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അതിനെ കൊണ്ടുവന്നു. ഇതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദീനിനെ ആ കുത്തായ ഒരു പുള്ളി മാത്രമായ ദീന്, എളുപ്പമായ ദീന് അതിനെ പെരുപ്പിച്ചു കാണിച്ചു. അതിനെന്താ പരിഹാരം? ആ പെരുപ്പിക്കൽ നിന്ന് വിട്ടിട്ട് നേരത്തെ പറഞ്ഞ കാഫിയൈനി കുല്ലൽ കിഫായ, ഈ ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് എല്ലാ നിലക്കും മതിയായിട്ടുണ്ട് എന്ന മതിയായതിലേക്ക് നമ്മൾ പോകണം. ഇതൊരു അനുഗ്രഹമായി നമ്മൾ കാണണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് സന്ദർഭത്തിലും അവിടെ ദീൻ എന്ത് ചെയ്യാനുണ്ട്, ദീനിൽ എന്തുണ്ട് എന്ന് ആലോചിക്കാൻ കഴിഞ്ഞോ അള്ളാഹ് നമ്മിൽ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ആ അനുഗ്രഹം മരണം വരെ നിലനിർത്താം. മറ്റൊരു അനുഗ്രഹം നരകമോചനം. ജീവിതത്തിൽ നരകമോചനം എന്നത് അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ആ നരകമോചനം എന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമ്മുടെ വിചാരവും വികാരവും എവിടെയാണ് എന്ന് ചിന്തിക്കുക. സൂറത്തു സ്വാഫാത്തിൽ സ്വർഗസ്ഥരായ ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സംസാരം നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ആ ഇരുന്ന് സംസാരിക്കുമ്പോ അവരിൽ ഒരാൾ പറയുന്നുണ്ട്, ഖാല ഖായിലും മിൻഹും ഇന്നി കാനലി ഖരീൻ, എന്റെ ഭൗതിക ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ, അവൻ പറയുമായിരുന്നു എന്നോട്, നീ ഇപ്പോഴും ഈ പരലോകത്തിൽ വിശ്വസിച്ചിങ്ങനെ ജീവിക്കുകയാണോ? അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമദീനൂൻ, നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞ് ഈ ശരീരം മണ്ണിനോട് ചേർന്ന് ഈ എല്ലുകളൊക്കെ ആയി നുരുമ്പിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രതിഫലം നൽകുന്ന നാളുണ്ട് എന്നാണോ നീ എന്നോട് പറയുന്നത് എന്ന് അവൻ എന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവന്റെ ഉപദേശത്തിൽ പെട്ടില്ല. ഇന്ന് ഞാൻ സ്വർഗത്തിലെത്തി. എന്നിട്ട് അവര് പറയാ, ഖാല ഹൽ അൻതും മുത്തലിഊൻ ഫത്തലഅ ഫർആഹു ഫീ സവാഇൽ ജഹീം, അവരാ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോവുക, നമുക്ക് നരകത്തിലേക്കൊന്ന് എത്തി നോക്കിയാലോ? എത്തി നോക്കിയപ്പോ ഫറആഹു ഫീ സവാഇൽ ജഹീം, നരകത്തിന്റെ നടുവിലതാ എന്നെ ഉപദേശിച്ച ആ ഉപദേശകനെ കാണുന്നു. എന്താ ഉപദേശിച്ചത്? നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണോ? മരണശേഷം പ്രതിഫല നാളുണ്ട് എന്ന് നീ വിശ്വസിക്കുകയാണോ എന്ന് എന്നോട് ഉപദേശിച്ചവനതാ നരകത്തിന്റെ നടുവിൽ കത്തിയാളുന്ന നരകാഗ്നിയിൽ. അവിടെ വെച്ച് ആ മനുഷ്യൻ സ്വർഗത്തിൽ വെച്ച് പറയുന്നുണ്ട്, വലൗലാ നിഅ്മതു റബ്ബി ലകുൻതു മിനൽ മുഹ്ളരീൻ, എന്റെ ഐഹിക ജീവിതത്തിൽ അള്ളാഹു എന്നോട്, എന്റെ റബ്ബ് എന്നോട് അനുഗ്രഹം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലകുൻതു മിനൽ മുഹ്ളരീൻ, ഈ നരകക്കാരുടെ പ്രസന്റിൽ ഞാൻ ഉണ്ടാകുമായിരുന്നല്ലോ, അവന്റെ കൂടെ ഞാനും കിടക്കേണ്ടി വരുന്നല്ലോ എന്നാണ് അവിടെ വെച്ച് അവൻ ചിന്തിച്ചത്. സഹോദരന്മാരെ, ഇതൊരു അനുഗ്രഹമായി നമുക്ക് തോന്നിയിട്ടുണ്ടോ? നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ചിന്തിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, നമ്മുടെ വീട്ടിൽ അതൊരു സംസാരമാകുക, ചർച്ചയാകുക. ഇതൊന്നൊരു മോശപ്പെട്ട തൊഴിലല്ല, മറിച്ച് അത് അല്ലാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രം ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അഹ്ലിന്നാർ യറാ മഖഅദഹു മിനൽ ജന്ന, എല്ലാ നരകക്കാരും സ്വർഗത്തിലെ ഇരിപ്പിടം കാണും. അപ്പോ അവര് പറഞ്ഞു പോകും, ലൗ അന്നല്ലാഹ ഹദാനി, സ്വർഗക്കാരൻ നരകത്തിൽ ഇരിപ്പിടം കാണുമ്പോ അല്ല എനിക്ക്, ലൗലാ അന്നല്ലാഹ ഹദാനി, എനിക്ക് അല്ല ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഇതാകുമായിരുന്നല്ലോ. വകുല്ലു അഹ്ലിന്നാർ യറാ മഖഅദഹു മിനൽ ജന്ന, നരകക്കാരതാ സ്വർഗത്തിലെ ഇരിപ്പിടം കാണുന്നു. അപ്പൊ അവര് പറയും, ലൗ അന്നല്ലാഹ ഹദാനി, അല്ല എനിക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ എന്ന് പറയുകയും അതവന് വലിയ ഖേദമായി മാറുകയും ചെയ്യുമെന്നാണ്. സഹോദരന്മാരെ, ഇതാണ് സ്ഥായിയായ അനുഗ്രഹങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുവോ അല്ല തന്ന അനുഗ്രഹത്തിലാണ് നമ്മൾ ഉള്ളത്. ഇത്തരം ചിന്തകളൊന്നുമില്ലാതെ കേവലം ഒരു ഭൗതികനായി ജീവിച്ച് കാലം കഴിഞ്ഞാൽ ഈ കാലം
ഒരുപക്ഷെ അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ ഈ ആയുഷ്കാലം കഴിയും. പക്ഷെ ശാശ്വതമായ പരലോകത്തെ പരാജയമായിരിക്കും നമുക്ക് കിട്ടുക എന്ന് നമ്മൾ ആലോചിക്കുക. ഏത് സമയവും അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചിന്തിക്കാനും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് നല്ല ഒരു വിശ്വാസിയായി ജീവിക്കാനും അങ്ങനെ മരിക്കാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ലീ വലക്കും അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد. ഭൂരിപക്ഷ വിദ്യാർത്ഥികൾക്കും വെക്കേഷൻ കാലമാണ്. ഒരുപക്ഷെ ട്യൂഷനും സ്പെഷ്യൽ ക്ലാസ്സുകളും ഒക്കെ ഉള്ള വിദ്യാർത്ഥികളുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മെയ് എന്നത് സ്കൂളുകൾക്ക് അവധിയുടെ കാലമാണ്. ഈ അവധിക്കാലത്ത് രക്ഷിതാക്കൾ എന്ന നിലക്ക് മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ളവരാകണം. ആ ശ്രദ്ധ എന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ എന്നാണ്. അതാണ് ശ്രദ്ധ. നിങ്ങൾ നിങ്ങളുടെ തടി, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. രക്ഷിതാവ് എന്ന വാക്കിന് തന്നെ അർത്ഥം രക്ഷിക്കുന്നവൻ എന്നാണ്. ഓരോ രക്ഷിതാവും മക്കളുടെ രക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാണ്. ഒരു ചെറിയ രോഗം പോലും അവർക്ക് വരുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് രക്ഷിതാക്കളായ നമ്മൾ. അങ്ങനെ ഭൗതിക ലോകത്ത് അവർക്ക് നൽകുന്ന കാവലും ശ്രദ്ധയും അതൊക്കെ അനിവാര്യമാണ്. അതോടൊപ്പം ആ മക്കളുടെ ശരീരം നരകം സ്പർശിക്കുന്നതിൽ നിന്ന് അവരെ കാക്കാൻ, അവർക്കാവശ്യമായ ദീന് പകർന്നു കൊടുക്കാൻ പ്രത്യേകിച്ച് ഈ അവധിക്കാലത്ത് ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളിലായി നമ്മുടെ മക്കളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഒന്ന്, ദീനി അറിവ് അവർക്ക് നൽകുക, അതവർ നേടുക. ദീനി അറിവ് അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ നേടുന്നവരായി മാറുക, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. മറ്റൊന്ന്, 5 നേരത്തെ നമസ്കാരം നമ്മുടെ മക്കളിൽ നമ്മൾ ഉറപ്പുവരുത്തുക. അത് അവർക്കുള്ള ഒരു സുരക്ഷയാണ്. വഴികേടുകളിലേക്ക് പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല രക്ഷാമാർഗമാണ് 5 നേര നമസ്കാരങ്ങളിൽ നമ്മളൊക്കെ നിലനിൽക്കുക എന്നുള്ളത്. 3-ാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിന്റെ പാരായണം. അത് നന്നായി പാരായണം ചെയ്യാൻ അറിയുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മക്കൾക്കതിന് കഴിയുമോ? ആ പാരായണം നിത്യവും ഉണ്ടാവുക. ഇന്ന് ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലല്ലോ എന്നതൊരു ഖേദമായി നമുക്കും നമ്മുടെ മക്കൾക്കും തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിനോടൊന്നൊരു താല്പര്യമില്ലാത്ത അവസ്ഥയാണോ, അത് നമ്മുടെ പരാജയത്തിന്റെ അടയാളമാണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഈ ഉമ്മത്ത് നരകത്തിൽ അകപ്പെടാൻ കാരണം അവർ ഈ ഖുർആനിനെ അവഗണിച്ചു എന്നാണ്. ആ ഖുർആനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ മുൻഗാമികളുടെ വാക്കുകളിൽ കാണും, ഒരു പിതാവ് മകന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നത് അദബുൻ ഹസനുൻ, അവന് പിതാവ് നൽകുന്ന ഏറ്റവും നല്ല മര്യാദകളാണ് എന്നാണ്. ഈ നിലക്ക് നമ്മുടെ മക്കളുടെ അവധിക്കാലം അവർക്ക് ഉപകാരപ്പെടുന്ന, പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലായി നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതൽ വിശദീകരിച്ച് പറയാൻ കഴിയാത്ത ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനാവശ്യമായ മുൻകരുതലുകൾ ഈ അവധിക്കാലത്ത് ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനായി ജീവിക്കാനും എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും മുവഹിദായി യഥാർത്ഥ വിശ്വാസിയായി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم انصر من نصر دين محمد صلى الله عليه وسلم. اللهم خذل من خذل دين محمد صلى الله عليه وسلم. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين.
اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.